ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, VV എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ കാരൻസ് ക്ലാവിസ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പം ഏറ്റവും പുതിയ വാഹനമാണ്, കിയയുടെ വാഹനമാണ്. ഇന്ന് നമ്മളുള്ളത് കൊല്ലത്തുള്ള എൻജിയോൺ കിയയുടെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. വെറുതെ കൊണ്ടുള്ള ഒരു മിഡ് വേരിയൻറ്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പം ഈ കിടക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് HTE എന്നതാണ് ബേസ് മോഡലിൽ വരുന്നത്. അതിനുശേഷം വരുന്ന വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. HTE ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് പറയാൻ പറ്റിയ ഒരു വേരിയൻറ്റ് തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ ഒരു വേരിയൻറ്റിൽ, അതായത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആണ്. ബേസ് മോഡൽ തന്നെ നമുക്ക് ഡീസൽ ഓപ്ഷൻ, പെട്രോൾ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഡീസൽ ആയാലും പെട്രോൾ ആയാലും മാനുവൽ ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ, HTE ആണെന്നുണ്ടെങ്കിൽ 1387 നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അതിന് തന്നെ ഡീസൽ ഓപ്ഷൻ ആണെങ്കിലോ ഏകദേശം ഒരു 16-26 റേഞ്ചിലും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരും. പിന്നെ ഈ കിടക്കുന്ന വേരിയൻറ്റ്, ഇത് HTE ഓപ്ഷനിലൊന്നൊരു വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പെട്രോൾ മാനുവലിന് 15,06,000 രൂപ ഓൺ റോഡും അതേപോലെ ഡീസൽ ഓപ്ഷന് 17,51 നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഒരു 15 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അത് എത്രത്തോളം കംഫർട്ടാണ് ഈ ഒരു വാഹനം, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഡിസൈനിലേക്ക് നമ്മൾ വരുന്ന സമയത്തെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് പ്രൊജക്ട് ടൈപ്പാണ് ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഹാലജൻ ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. LED കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു നൽകിയിട്ടുള്ളത് ഈ ഒരു എലമെൻറ്റ് കണ്ടോ, ഇത് പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ DRലാണെന്നേ പറയുകയുള്ളൂ. പക്ഷേ അത് ഫംഗ്ഷനിങ് അല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ പാറ്റേൺ പോലെ അവർ നൽകിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ലൈറ്റ്സിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഫോഗ് ലാമ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഹാലജൻ ടൈപ്പാണ് ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. പക്ഷേ ഫോഗ് ലാമ്പ് താഴ്ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിൽവർ ഫിനിഷും നല്ല രസം, നല്ല ഗ്ലോസി എലമെൻറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബമ്പറിൻ്റെ താഴ്ഭാഗം നോക്കിയാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയത്. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. കിയുടെ ലോഗോയും നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ചെറിയൊരു ക്രോം പോലത്തെ ഒരു എലമെൻറ്റ് ഈ ഒരു പോർഷനിലായിട്ട് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എയറിൻ്റെയും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പോർഷനിലായിട്ട് വരുന്നുണ്ട്. ഹുഡിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിങ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നല്ല ബോൾഡ് ആയിട്ടുള്ള ലൈനൊക്കെ ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അവിടെ തന്നെ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അലോയ് വീൽ അവൈലബിൾ ആണ്. കാരണം ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു 15 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. 195/65 R15 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. അപ്പം സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് അലോയ് വീലും കമ്പനി നൽകിയിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. മിററിലേക്ക് വരുന്ന സമയത്തും ബോഡി കളർ തന്നെയാണ് വരുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ആ ഒരു പില്ലർ നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ഫിനിഷുള്ള എലമെൻറ്റ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കളർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് കാണാം. ഇവിടെയൊക്കെ നല്ല ബോൾഡായിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് കാണാം. ഈ ഒരു സെക്കൻഡ് റോയിലേക്ക് നമ്മൾ ഒരു സമയത്ത് ആ ഒരു ഗ്ലാസ്സിലേക്ക് നല്ല വലിപ്പവും കാര്യങ്ങളും വരുന്നുണ്ട്. ബി പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നുണ്ട്. ആ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നത് 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം ക്ലാഡിക്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ടും കാണാം. ഇതാണ് നമ്മുടെ ഏറ്റവും റിയർ പ്രൊഫൈൽ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഒരു റിയർ പ്രൊഫൈൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഷാർപ്പിന് ആൻറ്റിന കാണാം, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കണ്ടോ, ഈ ഒരു ഏറ്റവും റിയർ സൈഡിൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു ഡിസൈൻ പാറ്റേണും അതേപോലെ ഈ ഒരു ബമ്പറിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഗ്ലോസി ഫിനിഷ് ഈ ഒരു താഴ്ഭാഗത്ത് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ റിവേഴ്സ് ക്യാമറയും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. കിയയുടെ ഒരു ബ്രാൻഡിങ്ങും നമ്മുടെ വാഹനത്തിൻ്റെ പേര് കാരൻസ് ക്ലാവിസ് എന്നൊരു ബ്രാൻഡിങ്ങും കൂടി ഈ ഒരു പോർഷനായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു തേർഡ് റോയിൽ തേർഡ് റോ എന്നല്ല, ഏറ്റവും റിയർ പ്രൊഫൈലിൽ നമുക്ക് പറയാനായിട്ട് വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അപ്പോൾ 7 സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ബൂട്ട് സ്പേസും കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും മോശമല്ലാത്ത രീതിയിലുള്ള ബൂട്ട് സ്പേസ് അവർ നൽകി. എനിക്ക് തോന്നുന്നു ഏകദേശം 210 ലിറ്ററിനടുത്ത് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ശകലം സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു സീറ്റ് അത്യാവശ്യം റിക്ലൈനിങ് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത് തേർഡ് റോയിലേക്ക് കയറുന്ന സമയത്ത് കാണിച്ചു തരാം എത്രത്തോളം റിക്ലൈനിങ് ഓപ്ഷനൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു സീറ്റ് നമുക്ക് മടക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. കാണാം, വേണമെങ്കിൽ കയറി കിടക്കുന്നതിന് പോലും യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അത്യാവശ്യം കിടന്ന് വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ,
അത്യാവശ്യം ഒന്ന് കിടന്ന് വേണമെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ലോങ് യാത്രയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കിടക്കണമെന്നുണ്ടെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അത്രത്തോളം സ്പേസ് നമുക്ക് ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം സ്പേസ് ഇരിക്കുന്ന സമയത്തൊക്കെ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത് അകത്തേക്ക് കയറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതിന് കീ ഉണ്ടോ, ഇതാണ് നമ്മുടെ വാഹനം കീ വരുന്നത്. അപ്പം 2 കീയിൽ നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നും അല്ല വരുന്നത്, ക്ലിക്ക് കീയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു സെൻട്രൽ ലോക്കിൻ്റെ ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലാണ് നൽകിയത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു കീ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡോർ ഹാൻഡ്സ് ബോഡി കളറാണെന്ന് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ആദ്യം തന്നെ ഡോർ പാഡ് നോക്കിക്കോ. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഡോർ പാഡ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലൈറ്റായിട്ടുള്ള കളർ തീംസ് വരുന്നുണ്ട്, അതേപോലെ ഡാർക്കായിട്ടുള്ള കളർ തീം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. 4 ഡോർ പവർ വിൻഡോ, മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്ലോസി ഫിനിഷും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് 4 സ്പീക്കറും അതേപോലെ തന്നെ 2 ട്യൂട്ടറുമാണ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം മോശമുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം വൈഡായിട്ട് ഈ ഒരു ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡാർക്ക് തന്നെയാണ് അത്യാവശ്യം ഡാർക്കായിട്ടുള്ള തീം തന്നെ നൽകിയിട്ടുണ്ട്. പെഡൽസ് ഒക്കെ കാണാം, ഡെഡ് പെഡൽ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഫ്യൂസ് ബോക്സ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഫ്യൂസിൻ്റെത് ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ട്രാക്ഷൻ കൺട്രോളിൻ്റെതും ഹെഡ്ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് കീ ഇട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ട്. കണ്ടോ, ഇതാണ് ഡാഷ്ബോർഡ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ എന്നൊരു തോന്നലായിരിക്കും പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരാളുടെയും മനസ്സിൽ വരുന്നത്. ശരി തന്നെയാണ്, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇൻഫോർമേഷൻ സിസ്റ്റം കാണാം, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാണാം. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിന് മുമ്പേ തന്നെ കളർ തീമും ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിൽ പ്രത്യേകത പണ്ട് തൊട്ടേ നമ്മൾ പറയാറുള്ളതാണ്. അതായത് ഒരുപാട് വലിപ്പത്തിലുള്ളൊരു ഡാഷ്ബോർഡ് അല്ല ഈ വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം ഒതുക്കിയാണ് അവർ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് നമുക്ക് ഉൾവശത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് വലിപ്പമൊന്നും ഡാഷ്ബോർഡിന് തോന്നുന്നില്ല. കളർ തീമിലേക്ക് നമ്മൾ വരുന്ന സമയത്തായാലും ഒരുപാട് ഡാർക്കായിട്ടുള്ള ഒരു കളർ തീമാണ്. അതായത് ഒരു ലൈറ്റായിട്ടുള്ള കളർ തീം യൂസ് ചെയ്യാതെ കുറച്ച് ഡാർക്ക് കളർ ഷെയ്ഡ്സ് ആണ് കമ്പനി നൽകി. ടോപ്പിലേക്ക് ആയാലും കുറച്ച് ഡാർക്ക് ഫിനിഷ് കാണാം. താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റുള്ള കളർ തീംസും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റിയറിംഗിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫുള്ളി ഡാർക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. വേറെ കളർ തീംസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കാണാൻ സാധിക്കില്ല. ലോഗോ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ആ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ആ ഒരു തീംസിലേക്ക് വരുന്ന സമയത്ത് കണ്ടാം. ജസ്റ്റ് നമുക്ക് ആ ഒരു തീമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളറും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമ്മളത് മറ്റുള്ള കിയ വാഹനങ്ങളൊക്കെ കാണുന്നത് തന്നെയാണ്. ഈ ഒരു വാഹനത്തിലും ആ ഒരു ഫീച്ചർ ജസ്റ്റ് അവർ നൽകിയിട്ടുണ്ട്. ഫുൾ ഡിജിറ്റലായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ക്ലസ്റ്റർ ആയാലും അതേപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയാലും കമ്പനി നൽകിയിട്ടുള്ളത്. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണെന്ന് ഓൾറെഡി ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റിവേഴ്സ് ക്യാമറ. നമുക്കത് റിവേഴ്സ് ഇടുന്ന സമയത്ത് ഒരു വ്യൂവും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു 2 സൈഡിലായിട്ട് പ്ലേസ് ചെയ്തതാണ്. കാണാം, ഫിസിക്കൽ ബട്ടൺസ് തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടി നല്ലത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സമയത്തൊക്കെ ആയാലും എന്തെങ്കിലും കാര്യങ്ങൾ വോളിയം ഒന്ന് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ആവുന്ന സമയത്ത് വളരെയധികം പ്രയോജനം തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല. നമുക്കത് എന്താ പറയുക, വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. എ സിയുടെ കൺട്രോൾസിലേക്ക് വരുന്ന സമയത്ത് മാനുവലുള്ളൊരു എ സിയുടെ കൺട്രോൾസാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് കൺട്രോൾ നൽകിയിട്ടുള്ള ആ ഒരു രീതി കണ്ടോ, വളരെ നീറ്റായിട്ടാണ് അതവർ നൽകിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ നീറ്റായിട്ട് തന്നെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലാമ്പ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഓട്ടോ ഹെഡ്ലാമ്പാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. വൈപ്പറിൻ്റെ കൺട്രോൾസ് ഈ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ എല്ലാ വാഹനങ്ങളും വരുന്നത് പോലെ തന്നെയാണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. കണ്ടോ, ഹൈറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ടില്ലാൻ ടെലസ്കോപ്പിക് വരുന്നില്ല, ഹൈറ്റ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചാർജിങ് സോക്കറ്റുകൾ കാണാം. USB സ്ലോട്ട് വരുന്നത് 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും ഒരു ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ വേറെ കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത് ടോപ്പ് എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പോർഷനിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒരു അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. 5 സ്പീഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും 6 സ്പീഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലേക്കാണ് നമുക്ക് ആ ഒരു റിവേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നോബ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഇടുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് റിവേഴ്സും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു സമയത്തുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. സെൻട്രൽ ടണലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മോശമില്ലാത്ത സ്റ്റോറേജ് സ്പേസ് സെൻട്രൽ ടണലിൽ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ നൽകി. ആംറസ്റ്റ് നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ളിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കണ്ട നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് അതിനുള്ളിൽ നൽകിയിട്ടുണ്ട്.
സീറ്റിൻ്റെ ഒരു കളർ തീമിലേക്കൊക്കെ വരുന്ന സമയത്താലും ഒരു ഡാർക്ക് കളർ തീമിലാണ് സീറ്റ്സ് നൽകിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് അഴുക്കാവുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആ ഒരു വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തത്. ഡാഷ്ബോർഡിൻ്റെ കളർ തീമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടു നല്ല രസമുണ്ട് അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടും. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസ് ഗ്ലോ ബോക്സിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒരാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു എന്താ പറയുക വാഹനത്തിനുള്ളിൽ, അതായത് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. സൺഗ്ലാസ് ഹോൾഡർ അവർ നൽകിയിട്ടുണ്ട്. 2 ലൈറ്റ്സ് നൽകിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മിറർ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ നോക്കി കഴിഞ്ഞാൽ ടിക്കറ്റ് ഹോൾഡർ കമ്പനി നൽകി. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക കമ്പനി ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് കയറാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനായിട്ട് ഈ ഒരു സെക്കൻഡ് റോ നമുക്ക് പറയാം. അത് തന്നെ ഡോർ പാഡ്. ഈ ഒരു ഡോറിന് അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളും വരുന്നുണ്ട്. കാര്യം എന്താണ്, സെക്കൻഡ് റോയിൽ നിന്നാണ് നമ്മൾ തേർഡ് റോയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഡോർ പാഡൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള കളർ തീമും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ തീംസും ഒക്കെയാണ് യൂസ് ചെയ്തത്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് അവർ നൽകി. അത് മാത്രമല്ല ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് തന്നെ ഈ ഒരു സൺ ബ്ലൈൻഡ് കമ്പനി നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് സൺ ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അത് റിയർ സൈഡിൽ 2 ഡോറിലും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് അകത്തേക്ക് ഇരിക്കാം. സ്പേസ് മോശമല്ലാത്ത സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സീറ്റ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം തേർഡ് റോയിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് മാക്സിമം പുറയിലേക്ക് ഇടാനായിട്ട് പറ്റും. നല്ലൊരു സ്പേസും കാര്യങ്ങളും കിട്ടും. അത് മാത്രവുമല്ല റിക്ലൈനിങ് ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചാരി കിടക്കാനും നമുക്ക് പറ്റും. അത് തേർഡ് റോയിൽ ആളില്ലെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ടും വളരെ വിശാലമായിട്ടും നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിന് കമ്പനി നൽകിയിട്ടുണ്ട്. കംഫർട്ട് നിട്ടോട്ടെ. ഓക്കെ, ലെഗ് റൂമും കാര്യങ്ങളൊക്കെ മോശമല്ലാത്ത രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 റോയിലും AC വെൻറ്റ് വരുന്നുണ്ട്. ആ AC വെൻറ്റ് സെക്കൻഡ് റോയിൽ തേർഡ് റോയിൽ നൽകിയത് ഈ ഒരു ടോപ്പിലായിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ലൈറ്റ് ഓപ്ഷൻ കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ആംറസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഈ ഒരു പോർഷനിലായിട്ട് ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേര് ഇരിക്കുന്നില്ല, 2 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംറസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 3 പേര് ഉണ്ടെന്നുണ്ടെങ്കിലും നീറ്റായിട്ട് തന്നെ അത് ഫോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു ആംറസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സ്പേസിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സെക്കൻഡ് റോയിലേക്കുള്ള AC കൺട്രോൾസ്, അതൊരു ഫാനിൻ്റെ കൺട്രോൾസിന് അതാണ് ഇവിടെ ഒരു ഫിസിക്കൽ ബട്ടൺ അവർ നൽകിയിട്ടുണ്ട്. 2 ചാർജിങ് സോക്കറ്റും നല്ല സ്റ്റോറേജ് സ്പേസും ഈ ഒരു പോർഷനിൽ അവർ നൽകി. അപ്പോൾ വേറെ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പേസ് തന്നെയാണ്. കാരണം ഈ ഒരു സീറ്റ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റിക്ലൈനിങ് ഓപ്ഷൻ ഈ ഒരു സീറ്റിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം 3 പേര്, അതായത് തേർഡ് റോയിലും ആളുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സീറ്റ് ശകലം മുമ്പിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു സീറ്റ് എൻ്റെ കംഫർട്ട് നിട്ടോട്ടെ. ഓക്കെ, അതിനുശേഷം ഈ ഒരു സീറ്റും എൻ്റെ ഒരു കംഫർട്ട് ഞാനൊന്ന് ഇടാം. ഓക്കെ, എന്നിട്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, തേർഡ് റോയിൽ എത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടുന്നു എന്ന് നോക്കാം. ഈ ഒരു ഫ്രണ്ട് സീറ്റ് എൻ്റെ കംഫർട്ടാണ് ഞാൻ ഇട്ടത്, ഡ്രൈവർ സീറ്റ്. ഈ ഒരു സെക്കൻഡ് റോയിലെ സീറ്റ് ഇപ്പോൾ എൻ്റെ കംഫർട്ടിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റോയിൽ കയറി അവിടെ എത്രത്തോളം സ്പേസ് ഈ ഒരു സമയത്ത് കിട്ടുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. തേർഡ് റോയിലേക്ക് കയറാനായിട്ട് ഈ ഒരു സീറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ശ്രമകരമായ ഒരു കാര്യങ്ങളും ഇല്ല. കയറാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് അങ്ങ് ഹൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് അങ്ങോട്ട് കയറാം. അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് സ്പേസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാധാരണ ഒരു 7 സീറ്റർ വാഹനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്പേസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഒരു വാഹനം, ഈ ഒരു കാരൻസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് സ്പേസ് നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വാഹനത്തിൽ വരുന്നത്. 2 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ലെഗ് റൂം കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ടും വലിയ മോശമല്ലാത്ത രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു തേർഡ് റോയിൽ ഒരുപാട് അങ്ങ് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് റോയിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് ചാരിയൊക്കെ കിടക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു സെയിം ഫീച്ചർ തന്നെ ഈ ഒരു തേർഡ് റോയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സീറ്റ് കുറച്ചൊന്ന് നിങ്ങൾക്ക് റിക്ലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടോ, വളരെയധികം നല്ല രീതിയിൽ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാരി കിടന്ന് കൈയൊക്കെ നല്ല രീതിയിൽ തന്നെ വെച്ച് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രത്തോളം കംഫർട്ട് ഈ ഒരു തേർഡ് റോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. AC വെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ആ ആവശ്യമാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ലൈറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാതെ
ചാർജിങ് സോക്കറ്റ്, ഈ ഒരു പോർഷനിലും ഒരു ചാർജിങ് സോക്കറ്റ് അവർ നൽകി. അതേപോലെ തന്നെ ഈ ഒരു സൈഡ്, അപ്പോൾ രണ്ട് സൈഡിലും ചാർജിങ് സോക്കറ്റ്സ് അവർ നൽകിയിട്ടുണ്ട്. മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസുകൾ, അതായത് കപ്പോ അല്ലെങ്കിൽ ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഫോണും കാര്യങ്ങളും ഈ ഒരു പോർഷനിൽ വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പേസിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ സ്റ്റോറേജ് സ്പേസ്, ചാർജിങ് സോക്കറ്റ്സ്, ഈ ഒരു തേർഡ് റോയിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറേയും എത്രത്തോളം കംഫർട്ട് ആക്കാമോ അത്രയും കംഫർട്ട് ആക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു തേർഡ് റോയും കമ്പനി ഡിസൈൻ ചെയ്ത്. ഇതിനകത്ത് ഇറങ്ങുന്നതും വലിയ ശ്രമകരമായ കാര്യമൊന്നുമല്ല. ഈ ഒരു ഫ്ലോർ നിങ്ങൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇറങ്ങാനും സാധിക്കും. കണ്ടോ, നമുക്കിനി എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ വാഹനത്തിന് നമുക്ക് ഡീസൽ ഓപ്ഷനും പെട്രോൾ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടെർബോ പതിപ്പ് കൂടി നമുക്ക് അവൈലബിൾ. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാവുന്നതാണ്. കുറച്ച് പവർ ഫിഗറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡീസലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1.5 ലിറ്റർ തന്നെയാണ് ഡീസൽ വരുന്നത്. 1493 cc ആണ് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 115 PS ആണ് ഡീസലിൻ്റെ പവറും കാര്യങ്ങളും വരുന്നത്. ഏകദേശം 250 Nm ടോർക്കും, ഏകദേശം ഒരു 20 കിലോമീറ്ററിനടുത്ത് ഡീസൽ ഓപ്ഷനും മൈലേജും കാര്യങ്ങളും കമ്പനി പറയുന്നുണ്ട്. ഈ ടെർബോയിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ 1.5 തന്നെയാണ്. ഏകദേശം ഒരു 160 PS നമുക്ക് വരുന്നുണ്ട്. അത് 253 Nm ടോർക്ക് നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ കണ്ടോ, ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 തന്നെയാണ്. 113 PS-ഉം 144 Nm ആണ് ഈ വാഹനത്തിന് ടോർക്കും കാര്യങ്ങളും നമുക്ക് വരുന്നത്. അപ്പം 3 എഞ്ചിൻ ഓപ്ഷനിൽ ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. മികച്ചൊരു വാഹനം തന്നെയാണ്. അപ്പം ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ്, ഞാൻ പറഞ്ഞു. വാല്യൂ ഫോർ മണി വേരിയൻ്റ് കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രൈസും കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിലവിലുള്ളത് കൊല്ലത്തുള്ള എൻജിയോൺ കിയയിലാണ് നമ്മളെന്നുള്ളത്. അവരൊരു കോൺടാക്ട് നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കിയയുടെ വാഹനത്തോട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. എന്നിട്ട് അവിടെ ഒരാൾ കിടപ്പുണ്ട്, EV6 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി.